ലോകത്ത് വിവിധയിടങ്ങളിൽ പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ടുള്ള വിവിധ പരിപാടികൾ നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഐക്യദാർഢ്യ സദസ്സുകൾ കാണുന്നുണ്ട്. കേരളത്തിലും സമാനമായിട്ടുള്ള കാഴ്ചകളാണ്. ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ്. മുസ്ലിം വിശ്വാസികളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ദിവസമാണ്. പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം കേരളത്തിലെ വിവിധ മഹല്ലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് ശേഷം സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ നേതൃത്വത്തിൽ പലസ്തീൻ ജനതയ്ക്ക് ഗസയിലെ മനുഷ്യർക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി ഇവിടെ നടക്കുന്നത്. വിത്ത് ദ ടിയേഴ്സ് ഓഫ് ഗസ, SM ഓഫ് പലസ്തീൻ സോളിഡാരിറ്റി കോർണർ എന്ന് പേരിട്ട പരിപാടിയിൽ പലസ്തീനിലെ മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവിടെ നടക്കുന്ന മനുഷ്യക്കുരുതിക്കെതിരെ കേരളത്തിലെ ജനങ്ങൾ സംസാരിക്കുന്നു എന്നുള്ളതാണ് അല്ലേ? പലസ്തീനിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ പരിപാടി. ഗസ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് തന്നെ തുടച്ചു നീക്കുമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു UN പൊതുസഭയിൽ പ്രസംഗിച്ചത്. അതിലൊരു വിരോധാഭാസം, അദ്ദേഹം യുദ്ധക്കുറ്റവാളിയാണ്, ലോക കോടതി അദ്ദേഹത്തിനെതിരെ ശിക്ഷ വിധിച്ചിട്ടുണ്ട്. എന്നിട്ടും അദ്ദേഹം അവിടെ വരുന്നു, പ്രസംഗിക്കുന്നു. അതേസമയത്ത് മഹമ്മൂദ് അബ്ബാസ് പലസ്തീൻ അതോറിറ്റിയുടെ പ്രസിഡന്റാണ്, അദ്ദേഹത്തിന് വിസ നിഷേധിക്കുന്നു. ഈ ഒരു അവസ്ഥയിൽ ലോകം ഈ വിരോധാഭാസം കൃത്യമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കുക എന്നത് ജനാധിപത്യ ബോധമുള്ള മനുഷ്യത്വമുള്ള എല്ലാ ആളുകളുടെയും ഒരവകാശം എന്ന രീതിയിലാണ് സുന്നി മഹല്ല് ഫെഡറേഷൻ ആഹ്വാനം ചെയ്ത ഈ പ്രവർത്തനം മഹല്ലുകളിലൊക്കെ നടക്കുന്നത്. മഹല്ലുകളുടെ പ്രത്യേകത, ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് മഹല്ലിലെ ജനങ്ങൾ. ഈ ജനങ്ങളാണല്ലോ പിന്നെ പട്ടണങ്ങളും നഗരങ്ങളുമായി വളരുന്നത്. അപ്പോൾ ഈ ജനങ്ങളുടെ പ്രതിഷേധം അംഗീകരിക്കപ്പെടുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പ്രസംഗം കേൾക്കാൻ ആളുകളില്ലാതെ ഇറങ്ങിപ്പോയി. അതുപോലെ തന്നെ UN ബഹുഭൂരിപക്ഷം രാജ്യങ്ങളും 193 അംഗരാജ്യങ്ങളിൽ 151 രാജ്യവും അംഗീകരിച്ചു പലസ്തീനെ എന്ന് പറയുമ്പോൾ ഇന്നലെ വരെ ഇസ്രായേലിനെ അനുകൂലിച്ചിരുന്ന ആളുകൾ പോലും യൂറോപ്പിൽ മാറി ചിന്തിക്കാൻ തുടങ്ങി. അത് ജനകീയ പ്രതിഷേധത്തിൻ്റെ പ്രതിഫലനമാണ്. അതുകൊണ്ട് തന്നെ ചെറിയ പ്രതിഷേധങ്ങൾക്കും വലിയ ഫലമുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് അംഗീകരിച്ചുകൊണ്ട് തന്നെ സുന്നി മഹല്ല് ഫെഡറേഷൻ ആഹ്വാനം ചെയ്തു. എല്ലാ മഹല്ലുകളും ശക്തമായി പലസ്തീൻ കോർണർ ഇന്ന് ഇതുപോലെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഉദ്ദേശം ജനമനസാക്ഷി ഈ തിന്മക്കെതിരെ, ഈ ജനോസൈഡിനെതിരെ ഉണർത്തുക എന്നതാണ്. ലോകത്ത് തന്നെ മനുഷ്യാവകാശ പ്രവർത്തകർക്ക് തന്നെ ഇപ്പോൾ പലസ്തീനിലേക്ക് കപ്പലിൽ ഒരുപാട് ഭക്ഷണമൊക്കെ തന്നെ യാത്ര തിരിച്ചു. അതിൽ ചില ആളുകളൊക്കെ തന്നെ അറസ്റ്റ് ചെയ്തു. അതോടൊപ്പം ഇത്തരത്തിലുള്ള ഐക്യദാർഢ്യ സദസ്സുകൾ പലസ്തീൻ ജനതയ്ക്ക് നൽകുന്നൊരു ആശ്വാസം ചെറുതല്ല. തീർച്ചയായും അവർക്ക് ആശ്വാസമുണ്ടെന്ന് മാത്രമല്ല, ഇപ്പോൾ ഫ്ലോട്ടിൽ തടഞ്ഞപ്പോൾ സ്പെയിൻ നയതന്ത്ര പ്രതിനിധികളെ ഇസ്രായേലിൻ്റെ ആളുകളെ പുറത്തു പോകാൻ പറഞ്ഞു. അത് രാജ്യത്തിൻ്റെ പുതിയൊരു നീക്കമാണ്. ഇതൊക്കെ ലോകം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ലോകത്തിൻ്റെ ഈ ശ്രദ്ധ വളരുകയും ഉയരുകയും ചെയ്യുമ്പോൾ ആ ജനതയ്ക്ക് മോചനം കിട്ടും, അല്ലെങ്കിൽ യുദ്ധം അവസാനിക്കും എന്നതിൻ്റെ ഒരു തെളിവാണ് നമ്മൾ കാണുന്നത്. അവർക്ക് ചർച്ചയ്ക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച പിന്നെ ഖത്തറിൽ കൊണ്ടുപോയി വരെ ബോംബിട്ടു എന്ന് പറയുമ്പോൾ അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അവസാനം നിർബന്ധിത സാഹചര്യത്തിൽ ലോകം പ്രതിഷേധിച്ചപ്പോഴാണ് ഖത്തറിനോട് മാപ്പ് പറയാനും ക്ഷമ ചോദിക്കാനും അവർ മുന്നോട്ട് വന്നത്. അപ്പോൾ പ്രതിഷേധങ്ങൾക്ക് എക്കാലത്തും ഫലമുണ്ടായിട്ടുണ്ട്. ഇത് ചെറിയ പ്രതിഷേധമാണെങ്കിലും ഇതിന് വലിയ ഫലമുണ്ടാകുമെന്നതിൻ്റെ ഒരു കാരണം നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് സുന്നി മഹല്ല് ഫെഡറേഷൻ ഇങ്ങനെ ആഹ്വാനം ചെയ്തതും ഇത്തരമൊരു പ്രവർത്തനം നടത്തുന്നു. മാത്രമല്ല, വളരെ കൂട്ടിച്ചേർത്ത് പറയാനുള്ള, ഇതൊരു മതപരമായ പോരാട്ടമല്ല, മതപരമായ പ്രശ്നവുമല്ല. ഇത് ഒരു ജനാധിപത്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ ജനങ്ങളുടെ ജീവിത സൗകര്യം നശിപ്പിച്ചുകൊണ്ട് അവർക്ക് കുടിവെള്ളം കൊടുക്കാതെ, മരുന്ന് പോലും കൊടുക്കാതെ, പുറത്തുനിന്ന് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ആളുകളുണ്ട്, മരുന്ന് കൊടുക്കാനും ഭക്ഷണം കൊടുക്കാതെ അതിർത്തിയിൽ തടയുകയാണ്. ഒരു പ്രദേശത്തിൻ്റെ എല്ലാ കവാടങ്ങളും കുട്ടിയടച്ച് സഹായം പോലും അങ്ങോട്ട് കടക്കാൻ അനുവദിക്കാതെ കുട്ടികളെയും അവിടെ വൃദ്ധന്മാരെയും സ്ത്രീകളെയും കൊന്ന് ആ രാജ്യം പിടിച്ചടക്കുക എന്ന ഒരു കാര്യമാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ പ്രതിഷേധിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ മനുഷ്യരാണോ? തീർച്ചയായും ഇതൊരു മനുഷ്യാവകാശ വിഷയമാണ്. അതിൽ നീതി ലഭിക്കുന്നതുവരെ ഇത്തരത്തിലുള്ള ചെറിയ പോരാട്ടങ്ങൾക്കൊക്കെ തന്നെ അതിൻ്റേതായ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് SMFൻ്റെ നേതാവ് കൂടിയായുള്ള അബ്ദുൾ സമദ് പൂക്കോട്ടൂർ നമ്മളോട് പറയുന്നത്. പൂക്കോട്ടൂരിലെ ഒരു പള്ളിയിലാണ് ഇന്ന് പ്രാർത്ഥനയ്ക്ക് ശേഷം ഇത്തരമൊരു പരിപാടി SMF സംഘടിപ്പിച്ചിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് അർവായ്ക്കൊപ്പം റിപ്പോർട്ടർ മുബഷിർ P. അക്ബർ, ഇൻ റിപ്പോർട്ടർ, മലപ്പുറം.